ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തൊഴിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായ ബന്ധത്തിൽ ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതേ അധ്യായം 24-ാം വാക്യം കൊണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കർത്താവ് ഈ വിഷയം സംസാരിക്കുന്നത് ഒലിവുമലയിൽ ദൈവാലയം വിട്ടു പോകുമ്പോൾ, ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന സ്വകാര്യമായി കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യത്തോടുള്ള ബന്ധത്തിലാണ് താൻ ഇത് പറഞ്ഞത്. നിൻ്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണിത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുൻപ് 24-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം തെളിച്ചു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. മാത്രമല്ല, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. മാത്രമല്ല, 24-ാം വാക്യത്തിൽ പറഞ്ഞു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും കൂടെ തെറ്റിക്കേണ്ടതിന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് നാം പൊതുവേ കാണുന്നതാണല്ലോ അത്ഭുതങ്ങളും അടയാളങ്ങളും. ചില അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അതിന് പുറകെ ആളുകൾ ഓടിക്കൊടുന്നു, വലിയ ദൈവപ്രവൃത്തിയാണെന്ന് പറയുന്നു, അവർക്ക് അംഗീകാരം ലഭിക്കുന്നു, ജനലക്ഷങ്ങൾ അവരുടെ പിൻപേ പോകുന്നു, പിന്നെ അവർ പറയുന്നതെല്ലാം വേദവാക്യമായി മാറുന്നു. നാം ഇന്ന് സമൂഹത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ കാലത്തും കാണുന്ന കാര്യമാണ്. ലക്ഷങ്ങൾ. എന്നാൽ ഇങ്ങനെയൊക്കെ മാത്രമല്ല, പൗലോസ് പറഞ്ഞു, 2 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് വേറൊരു വിധത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അപ്പോൾ ഞാൻ ഏതോ ഒരു ഭാഗത്ത് പറഞ്ഞ് ഓർക്കുന്നു, ഒരു ഇന്നതാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അടയാളങ്ങളോ അത്ഭുതങ്ങളോ മറ്റ് വേഷം ഒക്കെ ചെയ്ത് ദൈവവചനം ഉദ്ധരിച്ച് ആ വേഷം കെട്ടി വന്നെങ്കിലേ ദൈവത്തെ പറ്റിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യക്ഷമായി ഞാൻ സാത്താൻ സേവക്കാരെന്ന് പറഞ്ഞാൽ വിശ്വാസികളൊന്നും ആ കൂട്ടത്തിൽ പോകത്തില്ലല്ലോ. അപ്പോൾ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നത് പോലെ, വെളിച്ചദൂതൻ ദുരാത്മാവല്ലല്ലോ ഇന്ന് പലരും അങ്ങനെ പറയുന്നുണ്ട്, അറിവില്ലാത്തവർ. അവൻ്റെ വേഷം കെട്ടുകയാണ്, അഭിനയിക്കുകയാണ്. എങ്കിൽ അവൻ്റെ ശുശ്രൂഷക്കാരും നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കും. ദൈവദാസന്മാർ, അവരും ദൈവദാസന്മാരായി വേഷം കെട്ടും. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, ഇതിനെ തിരിച്ചറിയാൻ മാർഗമില്ലേ? ആകാത്തതിനെ തിരിച്ചറിയാൻ മാർഗമില്ലേ? എല്ലാം വെളുത്തിരിക്കുന്ന എല്ലാം പാലല്ലേ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ആരാ ശരി, ആരാ തെറ്റ്, ദൈവം വിധിച്ചോട്ടെ എന്ന് പറയാറുണ്ട്. ഇതിലേതാണ്? ഇതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇന്നത്തേക്ക് നമ്മുടെ ചിന്താവിഷയം അത്. ഇതിനെ തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. ഒന്ന്, ഒറിജിനൽ അറിഞ്ഞാൽ, യഥാർത്ഥമായത് എന്താണെന്ന് നാം അറിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളത് ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിയാൻ നമുക്ക് വേഗം സാധിക്കും. ഞാൻ ആ ബന്ധത്തിലൊരു കഥ ഓർത്തു പോകുന്നു. ഡോക്ടർ മുരളീധർ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, എൻ്റെ സ്വന്തമല്ല. ഞാൻ അത് ഓർത്തു പോകുന്നു. അത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. എങ്കിലും ആകുന്നിടത്തോളം ഞാൻ നോക്കാം. ഒരു
വ്യാപാരിയുടെ അടുക്കൽ ഒരാൾ ചെന്നു. എന്നിട്ട് എന്നെ ഈ രത്നം തരം തിരിക്കുന്നത് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. പഠിപ്പിക്കാമല്ലോ, നാളെ രാവിലെ വാ എന്ന് പറഞ്ഞു. രാവിലെ അവൻ ചെന്നു. അപ്പോൾ ഒരു കല്ലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. നീ ഇത് പിടിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യത്തിന് പോയി. കുറേ കഴിഞ്ഞ് വൈകുന്നവരെയും കല്ലും പിടിച്ചോണ്ട് എന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കടക്കാരൻ മടങ്ങി വന്നിട്ട് അന്ന് പൊക്കോ നാളെ വാ എന്ന് പറഞ്ഞ് അവനെ വിട്ടു. ഇങ്ങനെ പിറ്റേ ദിവസം അവൻ രാവിലെ വന്നു, ഒരു കല്ലെടുത്ത് അവൻ്റെ കൈ കൊടുത്തു, അവനെന്തും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ 2 ആഴ്ചയിൽ കൂടുതൽ തുടർന്നു കഴിഞ്ഞപ്പോൾ അവൻ ആകപ്പാടെ ആവശ്യമായി. ഞാൻ ഇത് തരംതിരിക്കുന്ന പഠിപ്പിക്കാനല്ലേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നത്, ഇതെന്നും ഒരു കല്ലെടുത്ത് എൻ്റെ കൈ തരും, അതും പിടിച്ചുകൊണ്ട് കുറേ നിൽക്കാൻ പറയും. എന്നായി ഒടുവിൽ പുള്ളിയോട് ചോദിക്കണം അവൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവന് അരിശം വന്ന് നാളെ മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് ഈ ഒറിജിനലിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം ചോദിച്ചാണ്. എന്നാൽ നിങ്ങൾ ഒരു ദിവസം ഒരു കല്ലെടുത്ത് എൻ്റെ കയ്യിൽ തരും, ഞാനതും പിടിച്ചു നോക്കിക്കാം, അല്ല മറ്റു വഴികളൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ കയ്യിൽ തന്ന കല്ലിന് വല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വ്യത്യാസം. ഇത്രയും നാൾ നീ കയ്യിൽ പിടിച്ചുകൊടുന്ന ഒറിജിനലാണ്. അപ്പോൾ ഒറിജിനൽ അല്ലാത്ത ഒന്ന് നിൻ്റെ കയ്യിൽ തന്നപ്പോൾ നിനക്ക് മനസ്സിലായി ഇത് തന്നെയാണ്. അല്ലാതെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒറിജിനലിനെ അറിഞ്ഞതിൽ നിന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം ഒറിജിനൽ തിരിച്ചറിയുന്നതാണ്. കാരണം ദൈവവചനത്തിൽ പറയുന്നു, ഒരു വാക്യം തന്നെ ഞാൻ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം, 27 മുതൽ ഞാൻ വായിക്കാം. 27-28. അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാതരം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്നിട്ട് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യയെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യയെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന ഉപദേശം എവിടെ നിന്ന് വരുന്നോ അതാ ഒറിജിനൽ, മറ്റുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം, ഏറ്റവും ഫലപ്രദമായ മാർഗം ഒറിജിനൽ അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കർത്താവായ യേശു അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം, അവൻ ജഡമെടുത്തത് എന്തിനു വേണ്ടി വന്നു, അല്ല അവൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അംഗീകരിച്ചല്ലെങ്കിൽ പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായേശുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച് ദൈവോപേതലായി തീർന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കർത്താവിനെ അറിയുവാൻ സാധിക്കുന്നു. കൂടുതൽ അങ്ങനെ ദൈവവചനത്തിൽ നിന്നും ദൈവാത്മാവിൻ്റെ സഹായത്താലും ദൈവത്തിൽ നിന്ന് അവനെ കൂടുതൽ അറിയുവാൻ സാധിക്കുന്നു. മാത്രമല്ല ആ കൂട്ടത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ കൂടെ ആകുമ്പോൾ കൂടുതൽ കർത്താവിനെ അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒറിജിനൽ വരും തോറും ഇത് യഥാർത്ഥമാണെന്ന് ജീവിതത്തിൽ അനുഭവത്തിൽ മനസ്സിലാകുന്നു. അപ്പോൾ മറ്റ് ഏത് വ്യാജോപദേശം വന്നാലും ഏത് തട്ടിപ്പ് ഉപദേശം വന്നാലും അതംഗീകരിക്കത്തില്ല. മാത്രമല്ല ഏത് വന്നാലും യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവായ യേശു ഒരു കാര്യം പറഞ്ഞായിരുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതാണ്. 8-ാം അധ്യായം 31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസിച്ചവർ മാത്രമല്ല, സാക്ഷാൽ സത്യമറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടുക. അപ്പോൾ സത്യം ഗ്രഹിച്ച ആരും
വ്യാജത്തിന് പുറകെ പോകത്തില്ല. ഇത് തന്നെയാണ് 2 തെസ്സലോനിക്കർ പൗലോസ് പറഞ്ഞതും. 2 തെസ്സലോനിക്കർ 2-10 അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ എങ്ങനെ ഭവിക്കും? 11 സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. അപ്പോൾ അവിടെ 2 കാര്യം കാണുന്നു. സത്യത്തെ സ്നേഹിക്കുക എന്ന് 10 സത്യത്തെ വിശ്വസിക്കാതെ. സത്യം അറിഞ്ഞാൽ, സത്യം വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ സൂക്ഷിച്ചായിട്ട് തന്നെ സത്യം സത്യമായി അറിഞ്ഞാൽ, അതിനെ സ്നേഹിച്ച്, അതിനെ വിശ്വസിച്ച്, അതിന് പ്രകാരം ജീവിച്ചാൽ പിന്നെ എത്ര ഡോപ്ലി വന്നാലും അംഗീകരിക്കാതെ ഏത് തട്ടിപ്പുകാരൻ വന്നാലും അവനെ അതിജീവിക്കാൻ സാധിക്കും, തിരിച്ചറിയാൻ സാധിക്കും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നുഴഞ്ഞു വന്ന കളസോന്മാരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ ലേഖനത്തിൽ പറഞ്ഞത്, സൂക്ഷിച്ചിരുന്ന സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ ഒരു നാഴിക നേരം അവർക്ക് വഴങ്ങി കൊടുത്തില്ലെന്നാണ്. ഗലാത്യ ലേഖനത്തിൽ തന്നെ ഉള്ള സംഭവമാണ്. അപ്പോൾ നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ ധാരാളമുണ്ട്. 2-ാം അധ്യായം 4-5 നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോട് നിലനിൽക്കേണ്ടതിന്. അപ്പോൾ പൗലോസിനത് പറയാനുണ്ട്. അപ്പോസ്തലനായ പൗലോസിനത് പറയാൻ കഴിയുന്നു. നുഴഞ്ഞു വന്നവരെ തിരിച്ചറിഞ്ഞവരെ മാറ്റി നിർത്തി ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ അറിഞ്ഞാൽ, ഒറിജിനലിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വന്നാലും അത് തിരിച്ചറിയാൻ, മറ്റ് ഉപദേശങ്ങൾ എന്ത് വന്നാലും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. മാത്രമല്ല 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ നോക്കാം. 4-ാം അധ്യായത്തിന് 5-ാം അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. സത്യാത്മാവേത്, വഞ്ചനയുടെ ആത്മാവേത്? വഞ്ചനയുടെ ആത്മാവ് ലൗകികമായ അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവ് ആരിൽ വ്യാപരിക്കുന്നു? അത് എന്നിലാണെങ്കിലും ഞാൻ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക്. ലൗകികമായതിന് മറ്റു വാക്കിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ ഉയർച്ച, ലോകത്തിൻ്റെ സ്ഥാനം, ലോകത്തിൻ്റെ മാനം, ലോകത്തിൻ്റെ അംഗീകാരം, സമൂഹത്തിൽ ബഹുമതി, ഇതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലാതെ യോഹന്നാൻ എടുത്തു പറയുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ ഈ വ്യാജാത്മാവ്, മറ്റു വാക്കിൽ പറഞ്ഞാൽ തട്ടിപ്പുകാരുടെ ഉപദേശം ഇതാണ്, ലോകത്തിൻ്റെ കാര്യങ്ങൾ. അവർക്കതേ പറയാനുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പേര് പറയുമായിരിക്കും, പക്ഷേ യേശുക്രിസ്തു നാമം ഉപയോഗിക്കും. മാത്രമല്ല അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലുണ്ടല്ലോ. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞ് വളരെ വളരെ കാര്യമായിട്ട് അവർ പറയുന്നല്ലോ. അതിൻ്റെ 22-ാം കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അടുത്ത വാക്യം, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ എന്ന് തീർത്ത് പറയും. അപ്പോൾ ദൈവം അംഗീകരിച്ച് 3 കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർ ചെയ്തത്, ഞങ്ങൾ നിൻ്റെ നാമത്തിലാണ് പ്രവചിച്ചത്. 2, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ
കർത്താവായ യേശുവുമായി ബന്ധമില്ലെങ്കിലും അവൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി കഴിയും. നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ പ്രവർത്തിച്ചു, വൻകാര്യങ്ങൾ ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വേറെ നാമത്തിലല്ല, ശ്രദ്ധിക്കണം. പക്ഷേ അവരെ എംഫസിസ്, അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ലോകത്തിൻ്റെ കാര്യം, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും, ആത്മരക്ഷയ്ക്ക് പകരം, പാപമോചനത്തിന് പകരം മറ്റെന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ആ സുവിശേഷം തെറ്റി. പൗലോസ് 2 Corinthians പറഞ്ഞല്ലോ, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ച പോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാ പ്രശ്നം. 2 കാര്യം ഇല്ലാതിരുന്നാൽ മതി: ക്രിസ്തുവിനുള്ള ഏകാഗ്രത, ക്രിസ്തുവിനുള്ള നിർമ്മലത. ഇഷ്ടംപോലെ കർത്താവിൻ്റെ നാമം ഉപയോഗിക്കാം, കർത്താവിൻ്റെ നാമത്തിൽ പാടാം, കർത്താവിൻ്റെ നല്ല ആത്മീയ ഗീതങ്ങൾ പാടാം, ഒരു കുഴപ്പമില്ല, പ്രസംഗിക്കാം. പക്ഷേ ഈ 2 കാര്യങ്ങൾ പാട്ടിരുന്നേ ഉള്ളൂ. ഏതാ? ക്രിസ്തുവിനുള്ള ഏകാഗ്രത, ക്രിസ്തുവിനുള്ള നിർമ്മലത. ഇത് രണ്ടും ഹൃദയത്തിൽ നിന്ന് പോയാൽ, ഇത് രണ്ടും ഹൃദയത്തിൽ ഇല്ലെങ്കിലും സുന്ദരമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കും, മനുഷ്യരുടെ മുന്നിലെല്ലാം നടക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് വഞ്ചൻ്റെ ആത്മാവ് ഉദ്ദേശിച്ചത്. അകത്ത് നിന്ന് 2 എടുത്ത് കളയണം. തട്ടിപ്പാറിൻ്റെ ഉദ്ദേശം ഇതാ: ഹൃദയത്തിൽ യേശുക്രിസ്തുവിനുള്ള ഏകാഗ്രത പാടില്ല. പ്രസംഗിച്ചു. അവിടെ 2 Corinthians പൗലോസ് 1-ാം വാക്യം മുതൽ താഴോട്ട് പറയുന്നല്ലോ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു യേശു. ഇന്നും അത് തന്നെയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ലോകത്തിൻ്റെ നേട്ടം. അവർ ലൗകികമായി സംസാരിക്കും. അപ്പോൾ തിരിച്ച് നമുക്ക് ധൈര്യമായിട്ട് ദൈവവുമായി ബന്ധമുള്ളവർക്ക് തിരിച്ചറിയാം. പക്ഷേ അവരുടെ കൂടെ ലോകം മുഴുവൻ പോയാലും പ്രശ്നമില്ല. യേശു ക്രിസ്തു മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞാലും, 13-ാം വാക്യം മുതൽ 13-14 2 വാക്യത്തിൽ കർത്താവ് വ്യക്തമായൊരു കാര്യം പറഞ്ഞാലും, ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പേൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലം, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാത്രേ. ഇവിടെയാ പ്രശ്നം. വൻ ജനക്കൂട്ടം, എന്ത് അത്ഭുതങ്ങൾ, വൻകാര്യങ്ങൾ നടക്കുന്നു. നടക്കട്ടെ, നടക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് തന്നെ. 2 കാര്യമില്ലായിരുന്നാൽ മതി: ക്രിസ്തുവിനുള്ള ഏകാഗ്രത, ക്രിസ്തുവിനുള്ള നിർമ്മലത. ഇത് 2 ഇല്ലായിരുന്നാൽ മറ്റെന്തും നടന്നോണ്ടേ. ഇതല്ലേ നാം കാണുന്നത്. ഇത് കാണുമ്പോഴേ ഇത് കർത്താവ് മത്തായി 24 പറഞ്ഞ 24 പറഞ്ഞ ഒരു കാര്യം കൂടി എനിക്ക് ഓർത്ത്, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന്. ഇത് കാണുമ്പോഴേക്ക് വലിയ ഭാഷമാർ പോലും അതിൻ്റെ പുറകെ പോകും. അത്ഭുതം. കണ്ണ് ആർക്ക് സാധിക്കും? ഈ ഉപദേശം പ്രസംഗിക്കുന്ന പലർക്കും, ഉപദേശം പറയുന്ന പലർക്കും ഇത് സാധിക്കുമോ? ഒരിക്കലെ ഒരാളിനെ പറഞ്ഞതാ, ആർക്കുണ്ട് ഇതുപോലെ ധൈര്യം? വിളിക്കുകയല്ലേ, ഇങ്ങോട്ട് വാ, ഇപ്പോൾ വിടുതൽ സാധിക്കുക. പക്ഷേ അതേത് ശക്തിയിലാണെന്ന്, ഏത് ആത്മാവിലാണെന്ന് തിരിച്ചറിയണം. ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ സാത്താനാണ്. അവൻ്റേതാണ് വ്യാജാത്മാവും വഞ്ചനയുടെ ആത്മാവും. ചതിക്കുന്ന ആത്മാവ്, തട്ടിപ്പിൻ്റെ ആത്മാവ് ദൈവാത്മാവല്ല. ദൈവാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ തെളിവായി കാണാം. അതിന് വിരുദ്ധമായി ഈ തട്ടിപ്പാത്മാവ് അത്ഭുതം നടക്കും. അടയാളം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന് ഒരു പ്രശ്നമില്ല. പക്ഷേ പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരു നാൾ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അതാ സഹിക്കാൻ വയ്യാതെ. ഒരു നാളും നിങ്ങൾ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അറിഞ്ഞില്ല, നിങ്ങളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അറിഞ്ഞില്ല, വലിയ ജനക്കൂട്ടം കൂടിയപ്പോഴും ഞാൻ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. നിങ്ങൾ പരിചയപ്പെടുത്തിയപ്പോഴും എനിക്കറിയത്തില്ല, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മുൻതൂക്കം കൊടുക്കുന്ന ഏതിനെന്ന് മനസ്സിലാക്കുക.
അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലൗകികമായി ചിന്തിക്കുന്നു. ലോകത്തിൻ്റെതാണ് യോഹന്നാൻ പറഞ്ഞു. അതിന് അവിടെ പറഞ്ഞ യോഹന്നാൻ തന്നെ പറഞ്ഞു, ലോകത്തിൽ എന്താ ഉള്ളേ? കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപം. അത് പിതാവിൽ നിന്നല്ല, ലോകത്തിൻ്റെ പോലെ. യോഹന്നാൻ ലേഖനം 1 ലേഖനം 2 അധ്യായത്തിലുണ്ടല്ലോ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അപ്പോൾ ലോകത്തിൻ്റെ പണം, ലോകത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ഒഴിഞ്ഞു പോവും. അതിനെക്കുറിച്ച് അവർ സ്നേഹിക്കുന്നത്. മാത്രമല്ല, യാക്കോബ് ഇച്ചിരി കട്ടിയായിട്ടാണ് പറഞ്ഞേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്നറിയുന്ന വ്യഭിചാരിണികളായവരെ സ്വന്തം ഭർത്താവിനെ കളഞ്ഞേച്ച്, സ്വന്തം ആത്മാവിനെ കളഞ്ഞേച്ച് മറ്റൊരുത്തിനെ ഭരിച്ച വ്യക്തിയുടെ അനുഭവമല്ലേ അത്? അവരെക്കുറിച്ച് വേദോസ് പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. അപ്പോൾ ലോകത്തിൻ്റെ പ്രതാപം കാണിച്ച്, ലോകത്തിൻ്റെ മാന്യത കാണിച്ച്, ലോകത്തിൻ്റെ പേര് കാണിച്ച്, ലോകത്തിൻ്റെ ധനം കാണിച്ച് നിന്നെ വാലല്ല തലയാകും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, എല്ലാം അനുഗ്രഹം. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്, അവർക്ക് പ്രിയമാണ്, ഓടിക്കൂടും. പക്ഷേ ആത്യന്തികം അതിൻ്റെ ലക്ഷ്യം ഇതാണ്: ക്രിസ്തുവിനുള്ള ഏകത പാടില്ല, ക്രിസ്തുവിനുള്ള നിർമ്മലതയും പാടില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ എന്ത് ക്രിസ്തീയ ജീവിതം, എന്ത് വിശ്വാസം? ആകയാൽ അപ്പോൾ രണ്ടാമത് തട്ടിപ്പുകാരെ തിരിച്ചറിയുന്ന രണ്ടാമത്, ഒന്ന് ഞാൻ പറഞ്ഞു, ഒറിജിനൽ അറിഞ്ഞിരുന്നാൽ, സത്യം അറിഞ്ഞാൽ ഒരിക്കലും പിന്നെ അതിന് വിരുദ്ധമായി ഏത് വന്നാലും നമ്മൾ വഴങ്ങി കൊടുക്കുകയില്ല. രണ്ടാമത്, ഈ ലൗകിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയാണെങ്കിൽ, പഠിപ്പീരാണെങ്കിൽ, അതും മറ്റു വാക്കിൽ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിനോടുള്ള 2 കൊരിന്ത്യർ 11 പറഞ്ഞതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എടുത്തു കളഞ്ഞേച്ച് ബാക്കി എന്ത് പഠിപ്പിച്ചാലും അതെല്ലാം തട്ടിപ്പുകാരൻ്റേതാണ്. ശ്രദ്ധിക്കുക. ആ പഠിപ്പിലേതായാലും, ഒരുപക്ഷേ ലോകം മുഴുവൻ അവരുടെ പിന്നാലെ പോയാലും, ദൈവം പറയുന്നു അത് തട്ടിപ്പാണ്. കർത്താവ് പറഞ്ഞ്, ഇന്ന് ആ ജീവനിലേക്ക് പോകുന്ന ആളുകൾ ചുരുക്കമാണ്, വഴി വളരെ ഇടുക്കമാണ്, കുറച്ച് പേരെ പോകത്തുള്ളൂ. ലോകത്തെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതല്ല വലിയ ആഗ്രഹമാണ്. പക്ഷേ അതിന് പോകാൻ വ്യക്തമായ വ്യവസ്ഥയുണ്ട്, വ്യക്തമായ വ്യവസ്ഥ. അത് ലംഘിക്കുന്ന ആർക്കും അങ്ങോട്ട് കിടക്കാനും സാധ്യമല്ല. അപ്പോൾ ലൗകികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താൽ അതിൻ്റെ അർത്ഥം അത് സാത്താന്യമാണ്, മറ്റു വാക്കുകൾ അല്ലെങ്കിൽ വഞ്ചനയുടെ ഉപദേശമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം. 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കട്ടെ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവരുടെ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അടുത്ത് വരുന്ന ആളുകളെ കണ്ടാൽ ഓയ്യോ, കുഞ്ഞാട്, എന്ത് ഭവ്യത, എന്ത് സ്നേഹം, എന്ത് ആത്മാർത്ഥത, എന്ത് കാര്യമായിട്ടാണ് വരുന്നത്. പക്ഷേ അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. ചെന്നായിട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കലെന്നറിയാം, ചെന്നായാണെന്നറിയാം. അപ്പോൾ ആടുമായിട്ട് തന്നെ വരും, യാതൊരു സംശയവുമില്ല. നല്ല വശ്യമായ വാക്കുകൾ, മനോഹരമായ പ്രസംഗം, മനോഹരമായ ഉപദേശം, മനോഹരമായതെല്ലാം. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താ? അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കൾ. എന്നിട്ട് കർത്താവ് തെളിച്ച് പറഞ്ഞു എങ്ങനെ അവരെ തിരിച്ചറിയാം. അടുത്ത വാക്യം, 16-ാം വാക്യം, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അത് 2 പ്രാവശ്യം പറഞ്ഞു. 20-ാം വാക്യം, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഫലത്താൽ, ഫലമകത്ത് നിന്ന് വരുന്നതാണ്. ഏതൊരു വൃക്ഷത്തിന്, ഞാൻ മുൻപിൽ ഏതോ ഒരു വീഡിയോ അത് പറഞ്ഞതാണ്, ഏതൊരു വൃക്ഷത്തിൻ്റെയും ഫലം വരുന്നത് പുറത്തു നിന്നല്ല, അകത്തു നിന്ന്, ഏറ്റവും അകത്തെ വ്യക്തിത്വത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ആടുകളുടെ വേഷമൊക്കെ പുറത്തുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താണ്? അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും. മറ്റു വാക്കുകളിൽ പറയുന്നത്, അവരുടെ ജീവിതം കൊണ്ട് അവരെ അറിയാം. അവരുടെ ജീവിതം കൊണ്ട് അവരെ അറിയാം.
അത് ഞാൻ അത് വ്യംഗ്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു. ഒറിജിനൽ അറിഞ്ഞിരുന്നാൽ തട്ടിപ്പ് തിരിച്ചറിയാൻ ഒരു മാർഗവും ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. അതുപോലെ ഇവിടെ പറയുന്നത് കുറേക്കൂടെ തെളിച്ച് പറയുകയാണ്, അവരെ ഫലത്താൽ, മറ്റേ വാക്ക് പറഞ്ഞ അവരുടെ ജീവിതശൈലിയാൽ. ഇന്ന് 2 തരം ജീവിതം പലർക്കും ഉള്ളത്, 2 തരം. ഒന്ന്, അവർ തനിച്ചിരിക്കുമ്പോൾ അത് വേറൊന്ന്, പൊതുജീവിതത്തിൽ അവർ വേറൊന്നും. മറ്റേ വാക്കിൽ പറഞ്ഞാൽ ഒരിക്കൽ ഏതൊരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അയ്യോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ദൈവദൂതനാണെന്ന് തോന്നുന്നു, ഒരിക്കലും പുൾപ്പിറ്റിൽ നിന്ന് അദ്ദേഹം ഇറങ്ങരുതെന്ന് തോന്നിപ്പോവും. പക്ഷേ അയാളുടെ ജീവിതം കണ്ടാൽ അയാൾ തനി പിശാചെന്ന് തോന്നും. ഒരിക്കലും അവനങ്ങോട്ട് കയറാൻ പോലും പാടില്ലല്ലോ എന്ന് തോന്നിപ്പോവും. ഈ ദ്വിമുഖ ജീവിതം, ഇരട്ട ജീവിതം, ഇരട്ട വേഷം ഞാൻ സാധാരണ പറയാറുണ്ട്. ഇതുവരെയും പറയാനും ധൈര്യമുണ്ട്. ഇന്ന് പലതും പ്രസംഗിക്കുന്നു, അവരുടെ ജീവിതത്തിലുണ്ടോ? അനുഭവത്തിലില്ലാതെ പ്രസംഗിക്കാൻ എന്താ പറയുക, കാലിപ്പാത്രത്തിൽ നിന്ന് പുറത്തിട്ട് കൊട്ടുന്ന പോലെയുള്ളൂ. കാലിപ്പാത്രത്തിൽ നിന്ന് പുറത്തിട്ട് കൊട്ടിയാൽ നല്ല ശബ്ദം കേൾക്കും. എന്നാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തെ തട്ടിയാൽ അറിയാം. ഇതുപോലെ ഇവരുടെ ജീവിതം. ഇന്ന് പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞത്, ദൈവവേഗത്താൽ കൗശലവാക്ക് പറഞ്ഞ് അവർ നിങ്ങളെ വാണിഭമാക്കുന്ന. യൂദാ ലേഖനത്തിൻ്റെ വാക്യമുണ്ട്. ആ ലേഖനം എഴുതാനുള്ള ഉദ്ദേശം തന്നെ അവൻ അതുകൊണ്ട് തെളിയിക്കുന്നു. ഞാൻ വാക്യം തന്നെ വായിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയ അഭക്തരായ ചില മനുഷ്യർ നൊഴിഞ്ഞു വന്നിരിക്കുന്നു. 4-ാം വാക്യം, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നൊഴിഞ്ഞു വന്നിരിക്കുന്നു. അവരെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നോക്കണം, കൃപ, എല്ലാം കൃപയില്ലയോ? കൃപയുടെ കാലമല്ലേ? എന്താ കൃപയെ ദുഷ്കാമവൃത്തിക്കാതെ POC ബൈബിളിൽ തെളിച്ചാൽ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിന് പത്രോസ് 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. മലയാളം മനസ്സിലാകുന്നവർക്ക് അറിയാമല്ലോ. ഇന്ന് ഇതല്ലേ നടക്കുന്നത്. പഞ്ചാബിൽ 2 കേസായി. ജഡത്തിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് എത്ര വഴിതെറ്റി നടക്കുന്നവരോട് ഒരു കാലത്ത് വഴിതെറ്റി നടന്നു, എന്നാൽ അകന്നു വന്നവരെ ഇവർ വെറും വൻപ് പറഞ്ഞ് ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങൾ കൊടുക്കുന്നു. അത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വഞ്ചനയുടെ ആത്മാവ് വ്യാപരിക്കുന്നോ ഇല്ലയോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയാൻ നട്ടലില്ലാത്തവർ ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാൻ പറയുക. എന്നെ നോക്ക് എന്ന് പറയാൻ ധൈര്യമില്ല. എൻ്റെ ജീവിതത്തിൽ യേശു എന്ത് ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല. എന്നിട്ട് തട്ടിവിടുന്നു. വലുതൊന്നും കാണിക്കാൻ. ഒരിക്കലേ ഒരു ബൈബിൾ സ്കൂൾ പ്രിൻസിപ്പൾ ഒരു കാനവച്ചം പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷന് അവരോട് എല്ലാ വിദ്യാർത്ഥികളോട് പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ ഏതായാലും ഇവിടുന്ന് ഗ്രാജുവേഷനായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പുറത്തു പോവുകയാണല്ലോ, ഒരു കാര്യം ചെയ്യണേ, ബില്ലിഗ്രാമിനെ പോലോ ഓൾഡ് റോഡ്സിനെ പോലോ വലിയ അത്ഭുതങ്ങളൊന്നും ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം, അല്ലെങ്കിൽ നടന്നെന്നും വരാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ദയവായി പോയി ചത്താകാതിങ്ങ് വരണേ. എല്ലാവർക്കും മനസ്സിലായത്, ചാകാതിങ്ങ് വരണേ. സുവിശേഷ നിമിത്തം കൊല്ലപ്പെടുന്നതിനെ കുറിച്ചല്ല, പണക്കരയും ജഡക്കരയും പിടിച്ച് തകർന്നു കിടക്കുന്നൊരു സമൂഹത്തിലല്ലേ നാം ജീവിക്കുന്നത്. കോടികൾ മുടക്കിയുള്ള രമ്യഹാർമ്യങ്ങൾ, ഏറ്റവും മുന്തിയ കാറ്, ലോകത്തിലെ പണക്കാർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ കർത്താവിന് യോജിച്ച് നേടിയത്. അരക്കാശിന് മുതലില്ലാതെ, തലചായ്പിനും സ്ഥലമില്ലാതെ,
33 കൊല്ലം പാർത്തല്ലോ നീ എന്ന് കൊച്ചുകുഞ്ഞുമോശി പാടിയ ആ കർത്താവിനെ കുറിച്ച് ഉപയോഗിച്ച് കോടികളുണ്ടാക്കി അതിൻ്റെ പുറത്ത് വിലസുകയാണ്, തങ്ങൾക്ക് സാമ്രാജ്യങ്ങളുണ്ടാക്കി. എന്നിട്ടാണ് പറയുന്നേ നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ സ്വദേശം അക്കരെയാണെന്ന്. തട്ടിപ്പല്ലേ ഇത്? ശുദ്ധ തട്ടിപ്പ്. അപ്പോൾ ജീവിതം കൊണ്ട്, ഫലം കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാം. വാക്കുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷേ അവർ ജീവിതം കൊണ്ടറിയാം. ജീവിതശൈലി, അവരുടെ പെരുമാറ്റം, അവരുടെ ഭാവം, അവരുടെ വാക്ക്, എല്ലാം 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 അവരാരെന്ന് വിളിച്ചറിയിക്കുന്നു. അതാ കർത്താവ് പറഞ്ഞേ, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ മുള്ളിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞായിരുന്നു, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവുമില്ല. മുള്ളിൽ നിന്ന് മുള്ളിൻ്റെ ഫലമേ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ആ മുള്ളിൽ നിന്ന് വേറെ അത് വിതച്ചാൽ, അതിൻ്റെ വിത്ത് വിതച്ചാൽ ആ മുള്ളേ ഉണ്ടാകുള്ളൂ, അല്ലാതെ മുന്തിരി ഉണ്ടാകത്തില്ല. ഇതല്ലേ കാണുന്നേ? സുവിശേഷത്തിന് അന്യമായ ജീവിതം വെട്ടിപ്പിടിക്കാൻ ഓടുകയാണ്. വെട്ടിപ്പിടിക്കാൻ, കീഴടക്കാൻ രാഷ്ട്രീയക്കാർ പോലും വെല്ലുന്ന ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? വഞ്ചിക്കപ്പെട്ടെന്ന്. ഞാനിവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഒറിജിനൽ അറിഞ്ഞിരുന്നാൽ എങ്ങനെങ്കിലും ക്രിസ്തുവിൽ തികഞ്ഞവനായി, എനിക്കും തികഞ്ഞവനാകണം, മറ്റുള്ളവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം, എനിക്ക് എൻ്റെ കർത്താവിനോട് ചേരണം. ഇത് മാത്രമേ ആഗ്രഹം കാണൂ. ഇല്ലെങ്കിൽ വഞ്ചേണ്ട ആത്മാവിന് കീഴ്പ്പെടും. അപ്പോൾ ഈ ഒറിജിനലിനെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ടൂപ്ലി തിരിച്ചറിയും. വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയും. വഞ്ചനയുടെ ആത്മാവിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ഞാൻ പറഞ്ഞത്, ലൗകികമായതിന് മുൻതൂക്കം കൊടുക്കുന്നു. ലോകത്തിലെ നേട്ടങ്ങളും ലോകത്തിലെ പേരും ലോകത്തിൻ്റെ സ്ഥാനവും ലോകത്തിൻ്റെ അധികാരവും ലോകത്തിൻ്റെ മാന്യതയും ലോകത്തിൻ്റെ പദവിയും അതിന് മുൻതൂക്കം കൊടുത്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു പേരുമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവർ മുന്നോട്ട് നീങ്ങുന്നു. അത് അവർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള തെളിവാണ്. അവരത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 3, അവരുടെ ജീവിതം, അവരുടെ ഫലം. ജീവിതമില്ലാതെ എന്ത് പ്രസംഗിച്ചാലും കാലിപ്പാട്ടയുടെ പുറത്തിട്ട് അടിക്കുന്ന പോലെയുള്ളൂ. അപ്പോൾ ഫലങ്ങളാൽ തിരിച്ചറിയുന്ന കർത്താവ് തന്നെ പറഞ്ഞത്, അപ്പോസ്തലന്മാർ പറഞ്ഞത് നമുക്കും ശ്രദ്ധിക്കാം. ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടി വന്നേക്കാം, മറ്റുള്ളവർ പരിഹസിച്ചേക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെടും, ചിലപ്പോൾ പരിഹാസം നേരിടേണ്ടി വരും, നിന്ന നേരിടേണ്ടി വരും, മറ്റുള്ളവരുടെ അവഗണന നേരിടേണ്ടി വരും. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ എന്ന് തോന്നിപ്പോകും. സാരമില്ല. എബ്രായ ലേഖനത്തിലൊരു മിസ്രയീമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയ ഒരുത്തനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പിൽക്കാലത്ത് അവൻ ഒരിക്കലും വിചാരിച്ചതല്ല, സാക്ഷാൽ സൃഷ്ടാവ് തന്നെ സംസ്കാരം നടത്തത്തക്ക രീതിയിൽ ദൈവം അവൻ്റെ ജീവിതത്തെ മാറ്റി മോശയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് എടുക്കുകയല്ല, ഇങ്ങനെ ചവറെല്ലാം വരുന്ന നശ്വരമാണെന്ന് പറയുകയും ചെയ്യും, നശ്വരമായതിനെ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ പോകുന്നു. അപ്പോൾ ഈ നാളുകളിൽ ഒറിജിനൽ ഏത്, അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ. കർത്താവായേശുവിനോട് മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് 3 അടവുമായി സാത്താൻ വന്നല്ലോ. പരീക്ഷ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാകാൻ പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാട്, അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാട്. മാത്രമല്ല, നീ എന്നെ നമസ്കരിക്കുക, ഇതെല്ലാം നിനക്ക് തരാം. എൻ്റെ ഒരു സ്നേഹനായ ഒരു പാസ്റ്റർ സേവ്യർ ഒരിക്കൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, 3 ദുർവിനിയോഗം. അധികാരത്തിന് ദുർവിനിയോഗം, ദൈവപുത്രന് അധികാരം താൽക്കാലിക ഇതിനു വേണ്ടി ഉപയോഗിക്കുക, ദുർവിനിയോഗം. 2, വാഗ്ദത്തങ്ങളുടെ ദുർവിനിയോഗം. കാരണം നിന്നെ കാക്കാൻ ദൂതന്മാർ കൽപ്പിക്കും, അവർ നിൻ്റെ കാലിൽ തട്ടാവണം കാത്തുകൊള്ളുന്ന ദൈവത്തിലുണ്ടല്ലോ, അതിൻ്റെ ദുർവിനിയോഗം. 3, ആരാധനയുടെ ദുർവിനിയോഗം. എൻ്റെ കർത്താവിനെ 3 ജയിച്ചു. ഇന്നും ഇത് തന്നെ നടക്കുന്നു. സാത്താനെ നമസ്കരിച്ചാൽ എല്ലാം കിട്ടും, എന്നെ വണങ്ങിയാൽ എല്ലാം കിട്ടും. പ്രിയമുള്ളവരെ,
വളരെ സൂക്ഷിക്കാം, വളരെ ശ്രദ്ധിക്കാം. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഒറിജിനലിനെ അനുഭവിച്ചറിഞ്ഞ് ലോകത്തിലെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ വരുവോള നിലനിൽക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് ജീവിതശൈലി മനസ്സിലാക്കി, അവരുടെ ജീവിതശൈലിയെല്ലാം മനസ്സിലാക്കി അത് വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. ന്യൂനപക്ഷമേ ഉള്ളൂ. ഒരിക്കൽ മോശ പറഞ്ഞ പോലെ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ 11 ഗോത്രവും അങ്ങോട്ടോ പോയില്ല. ഒരു ഗോത്രം മാത്രം അവനോട് ചേർന്ന് നിന്നു. അത് മതി. ദൈവത്തിന് ന്യൂനപക്ഷം മതി. എങ്കിലും അവനെ അനുസരിക്കുന്ന, അവനോട് ചേർന്ന് നിൽക്കുന്ന, അവനോട് ഏകാഗ്രതയുള്ള, നിർമ്മലതയുള്ള, ദൈവഭക്തി വിട്ട ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കർത്താവിൻ്റെ ധനമെന്നെണ്ണുന്ന ജീവനുള്ള വിശുദ്ധന്മാരെ കർത്താവ് ഉപയോഗിക്കും. അവരെ മാനിക്കും, അവരെ അംഗീകരിക്കും. അവരിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടും. എന്നാൽ മറ്റുള്ളവരോ അവർ വഞ്ചിക്കപ്പെട്ടു, അനേകരെ വഞ്ചിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് തന്നെ നടക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം, വഞ്ചകരെ തിരിച്ചറിയാം, ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയപിതാവേ, അവിടുത്തെ കരങ്ങളിൽ എളിയവരെ ഏൽപ്പിക്കുന്നു. നാഥ, വഞ്ചകനെ തിരിച്ചറിയുവാനുള്ള മാർഗമെന്തെന്ന് 2-3 കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായല്ലോ. നാഥ, ഒറിജിനൽ അറിഞ്ഞ് അതിനോട് ചേർന്ന് നിന്ന് പോയാൽ ഒരിക്കലും ഞങ്ങൾ തട്ടിപ്പിൽ വീഴത്തില്ലല്ലോ. മാറ്റമല്ല കർത്താവേ, അവർ സംസാരിക്കുന്ന ലൗകിക കാര്യങ്ങൾ മാത്രമാണല്ലോ, സ്വർഗീയമായതിനെക്കുറിച്ച് പറയാൻ അവർക്കില്ലല്ലോ. മാത്രമല്ലല്ലോ കർത്താവേ, അവർ ജീവിതശൈലി, നാഥ, അവർ ജീവിതം കണ്ട് അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലം മുള്ളിൻ്റെ ഫലമാണല്ലോ. നല്ല ഫലം ഒന്നും വരത്തില്ലല്ലോ. ആകയാൽ ഞങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് വിട്ടൊഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയനെ കേൾക്കുന്ന ഏവരോടും ദൈവാത്മാവ് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.